അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് കൊണ്ട് ഒരു കിടിലൻ സ്നാക്സ് ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് നെയ്യ് ഒന്നങ്ങണ്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഓരോ ബ്രെഡ് അതിലിട്ട് ഒന്നങ്ങണ്ട് പൊരിച്ചെടുക്കണേ. തിരിച്ചും മറിച്ചും ഒന്നങ്ങണ്ട് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാ ബ്രെഡും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. ഇതൊന്ന് പരത്തിയിട്ട് ഒന്നാട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ലേശം ക്യാരറ്റും വലിയ ഉള്ളിയാണ് കേട്ടോ. ഇനി ബ്രെഡ് എടുത്തിട്ട് നമ്മൾ പൊരിച്ച് വെച്ചുള്ള ബ്രെഡില്ലേ അതെടുക്കുക. മയോണൈസ് ഒന്നങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. തക്കാളി സോസും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇനി ലേശം വലിയ ഉള്ളി, ക്യാരറ്റ് കുനുകുന അരിഞ്ഞത് ഒന്നങ്ങോട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ മുകളിൽ ലേശം മയോണൈസും തക്കാളി സോസും ഒന്നങ്ങണ്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് വെച്ചത് വീഡിയോ ചെയ്യുന്നത് പോലെ ചെയ്യണേ. അപ്പോൾ അതിൻ്റെ മുന്നേ ലേശം ക്യാരറ്റും വലിയ ഉള്ളിയും കൂടി അതിൻ്റെ മുകളിൽ ബീഫിൻ്റെ മുകളിൽ ഒന്നങ്ങണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് അതിൻ്റെ മുകളിൽ ഒന്നാണ്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സ്നാക്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ മക്കൾക്ക് സ്കൂൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തേക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.